നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പും ബ്ലഡ് ഇൻഡിസസും. ഓൾറെഡി ടെക്സ്റ്റിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് 3-4 പോയിന്റ്സേ ഉള്ളൂ. സോ ഒരു 4 മാർക്കിന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു 6 മാർക്കിന് ചോദിച്ചാൽ എഴുതാനുള്ള സാധനങ്ങളില്ല. സോ ബാക്കി ഞാൻ ചാറ്റ് GPT ഗ്യാനമൊന്നും റെഫർ ചെയ്തപ്പോൾ കിട്ടിയില്ല. ബാക്കി ചാറ്റ് GPT വെച്ച് കിട്ടിയ സാധനങ്ങൾ കൂടി പറഞ്ഞു തരാം. പക്ഷേ ബ്ലഡ് ഇൻഡിസസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ 100 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഒരു 5 മാർക്കിൻ്റെത് കാൽക്കുലേഷനാണ്. അതിൽ ചോദിക്കാൻ പോകുന്നത് ബ്ലഡ് ഇൻഡിസസ് കാൽക്കുലേഷനാണ്. അതിൽ ബ്ലഡ് ഇൻഡിസസിലുള്ള കാൽക്കുലേഷൻസും ഉണ്ട്, പിന്നെ റീനലിൽ വരുന്ന കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ബ്ലഡ് ഇൻഡിസസ് തന്നെയാണ് ചോദിക്കാറ്. സോ ഇത് മസ്റ്റായിട്ട് പഠിക്കണം, ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. റെഡി? അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാണേ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ടെക്സ്റ്റിൽ വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. സോ ടെക്സ്റ്റിൽ പറഞ്ഞ നോർമലി നമ്മൾ ഇയറും സയൻറ്റിസ്റ്റുകളുടെ പേരും നമ്മൾ NCERT പോലെ MBBSന് പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിലെന്തില്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ടെക്സ്റ്റിൽ തീരെ പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇയറും ഇതിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളുടെ പേരും നിങ്ങൾ പഠിക്കണം. 1952 അല്ലെങ്കിൽ 1952 ബെൻഡെ പേര് പഠിക്കാൻ എളുപ്പാട്ടാ. ബെൻഡെ, ദേശ്പാണ്ഡെ ആൻഡ് ഭാട്ടിയ, ഇങ്ങനെ 3 പേരാണ് ഇത് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. നോർമലി ഒരു ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടാവാം? മേ ബി IA ആൻറ്റിജൻ ഉണ്ടാവും, അല്ലെങ്കിൽ IB I. നിങ്ങൾ +2 പഠിച്ച സെയിം സാധനം. അങ്ങനെയാണെങ്കിൽ IA ഉള്ള ആൾക്കാർ എന്താവും? A ഗ്രൂപ്പ് ആവും. IB ഉള്ള ആൾക്കാർ എന്താവും? B ആവും. രണ്ടും ഉണ്ടെങ്കിൽ എന്താവും? AB ആവും. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ എന്താവും? O ഗ്രൂപ്പ് ആവും. എന്നാൽ ഇവരൊക്കെ ഇപ്പം നോർമലി ഒരു ബ്ലഡിൽ നമ്മളൊരു വീടെടുക്കാമെന്ന് വിചാരിക്കും. ആദ്യം എന്തിട്ടും തറ കെട്ടും, തറേൻ്റെ മുകളിൽ എന്ത് കിട്ടും? ചുമര് കെട്ടി, പിന്നെയാണ് വാർപ്പുണ്ടാക്കുക അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഒരു തറ ആണ് നമ്മൾ ബ്ലഡിൽ H. ഈ H ആൻറ്റിജൻ്റെ മുകളിൽ ഈ H ആൻറ്റിജൻ ഉണ്ടെങ്കിലേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? അതിൽ Aയും Bയും ആൻറ്റിജൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തുണ്ടാവില്ല? H ആൻറ്റിജൻ ഉണ്ടാവില്ല. നോർമലി H ആൻറ്റിജൻ ഉണ്ടാക്കേണ്ടത് ക്രോമസോം 90ലുള്ള ജീനാണ്. ഈ ക്രോമസോം 90ൽ Hന് പകരം എന്ത് വരും? കുട്ടി HH വരും, അതായത് റെസിസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? H ആൻറ്റിജൻ ഉണ്ടാവില്ല. ഇൻ കേസ് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാർക്ക് IA IB ഉണ്ടെങ്കിൽ പോലും എന്തുണ്ടാവില്ല? ഈ ആൻറ്റിജൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല. സോ ദാറ്റ് ഈ H ആൻറ്റിജൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ നോർമലി A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അല്ല, ഇപ്പോൾ ഇൻ കേസ് ബ്ലഡ് ഗ്രൂപ്പ് A, ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A, അപ്പോൾ ഇയാൾ നമുക്ക് ഇയാൾക്ക് ബി ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇയാളിൽ B ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ ഒരാൾക്ക് H ആൻറ്റിജൻ ഇല്ല, അപ്പോൾ അയാൾക്ക് ഉള്ളിൽ എന്തുണ്ടാവും? H ആൻറ്റിബോഡി ഉണ്ടാവും. റെഡി? H ആൻറ്റിബോഡി ഉണ്ടാവും. നമുക്ക് അറിയാവുന്ന ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ എല്ലാവർക്കും എന്തുണ്ടാവും? H ആൻറ്റിജൻ ഉണ്ടാവും. എല്ലാവർക്കും എന്തുണ്ട്? H ആൻറ്റിജൻ ഉണ്ട്. സോ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിലുള്ള ഒരാളെ ബ്ലഡ് പോലെ നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റില്ല? ബോംബെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അയാൾക്ക് H ആൻറ്റിബോഡി ഉണ്ടാവും. സോ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നമുക്ക് ആര് മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉള്ള ആൾക്കാരുടെ ബ്ലഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ബോംബെ ഉള്ള ആൾക്കാർക്ക് ബോംബെ ഉള്ളത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് ഭയങ്കര റയർ ഗ്രൂപ്പാണ്. പിന്നെ ഇൻ കേസ് ബോംബെ ഉള്ള ആൾക്ക് നമ്മൾ മാറി, ഇപ്പം നോർമലി നമ്മളിങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുക. നമ്മൾ ഫിസിയോളജി പ്രാക്ടിക്കലിൽ പഠിച്ചില്ലേ? എങ്ങനെ 4 സർക്കിൾ ഉണ്ടാവും. ഒന്നിൽ നമ്മളെന്ത് വയ്ക്കും? ANTI-A വഹിക്കും, ഒന്നിൽ ANTI-B ഒഴിക്കും, പിന്നെ ഒന്നിൽ ANTI-D ഒഴിക്കും, ഒന്നിൽ നോർമൽ സലൈൻ ഒഴിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ബ്ലഡ് ഒഴിക്കുമ്പോൾ എവിടെയൊക്കെയാണോ സ്പ്രിങ്കിൾഡ് ചില്ലി പൗഡർ വരുന്നത് അത് വെച്ചിട്ടല്ല നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യാം. അതേ സ്ഥാനത്ത് ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇവർക്ക് A ആൻറ്റിജൻ ഇല്ല, B ആൻറ്റിജൻ ഇല്ല, പിന്നെ RH ആൻറ്റിജൻ ഇല്ല എന്ന് തന്നെ വിചാരിക്കും. ഇനി RH ആൻറ്റിജനും ഇല്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമൽ അല്ലെങ്കിൽ RH നമ്മൾ പരിഗണിക്കില്ല. ഈ 2 സാധനങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. നമുക്ക് ബോംബെ ആണെന്ന് ഡയറക്റ്റുള്ള ഈ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു പുള്ളി വരുവാണെങ്കിൽ നമ്മൾ നോർമലി കണ്ടുപിടിച്ച് നമ്മൾ O ഉള്ള ആരെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ എന്ത് തരം റിയാക്ഷൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഹീമോലൈറ്റിക് റിയാക്ഷൻസ് എല്ലാം തന്നെ ഉണ്ടാവും. പേഷ്യൻസ് ചിലപ്പോൾ എന്തായി പോകും? മരിച്ചു പോകും. സോ അങ്ങനെ ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ടായി ആളെന്താവും? ഫാറ്റൽ കണ്ടീഷനിലേക്ക് പോകും. റെഡി? ഇനി ഇപ്പോൾ എന്തൊക്കെ ഏകദേശം എല്ലാ കാര്യങ്ങളും ആയില്ലേ? ഇനി ക്വസ്റ്റ്യൻസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോർമലി നമ്മളെ ബോഡിയിലെ H ജീനാണ് എന്തുണ്ടാക്കുക? ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ്. ഈ ഒരു എൻസൈമിൻ്റെ പേര് പഠിച്ചോ. ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ഉണ്ടാക്കും. ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ്. ഈ ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് എൻസൈമാണ് H ആൻറ്റിജൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ആൾ. റെഡി? ഇനി എന്താ? ഇനി നമ്മൾ പറയുമ്പോൾ ഇനി ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ
ഇങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ ഓൾറെഡി പറയണം. ഇൻ കേസ് നദീം എന്ന വ്യക്തി, ഞാൻ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റിന് എൻ്റെ പോക്കറ്റിൽ എപ്പോഴും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബോംബെ ആണെന്ന് എഴുതിയിട്ട് കൊണ്ടുപോവുക. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നാൽ ആദ്യം എൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവരെന്ത് കാണും? ഹോസ്പിറ്റലുകാർ ഞാൻ ബോംബെ ആണെന്ന് മനസ്സിലാവും. സോ ദാറ്റ് അവർ എനിക്ക് എന്ത് ബ്ലഡ് മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യുള്ളൂ? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞു നോർമൽ മെത്തേഡിലാണോ നമ്മൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിംഗ് കാണിക്കുക? അല്ല, ഇത് നമ്മൾ ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്നാണ് പറയാം കേട്ടോ. ഫോർവേഡ് അല്ലാണ്ട് റിവേഴ്സ് ഗ്രൂപ്പിംഗ് കൂടി നടത്തുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇയാൾ ബോംബെ ആണോ അല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ആൻറ്റി എച്ച് ലെക്റ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. ഓക്കെ, റെഡി. ഇനി ഇത്രയാണ് നമുക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ പറയാനുള്ളൂ. അപ്പോൾ ഇത് നോട്ട്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത്രയാണ് എന്തുള്ളത്, ടെക്സ്റ്റിൽ പറയുന്നത് ആകെ ഇത്രയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. റെഡി. ഇനി നമുക്ക് എന്തിലേക്ക് വരാം? ബ്ലഡ് ഇൻഡിസസിലേക്ക് വരാം. നമ്മൾ എന്തിനാണ് ബ്ലഡ് ഇൻഡിസസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആൾക്ക് അനീമിയ ഉണ്ട്, അയാൾക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണോ അല്ല, അത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ആണോ, മെഗലോബ്ലാസ്റ്റിക് ആണോ, ഇനി അല്ല അയാൾക്ക് പോളിസൈത്തീമിയ ആണോ? നമുക്ക് അനീമിയ എന്ന് മനസ്സിലായി. എന്ത് തരം അനീമിയ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ബ്ലഡ് ഇൻഡിസസിലെ പല കാര്യങ്ങൾ യൂസ് ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും എങ്ങനെ പറയാം? ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യും? ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, അയാളെ HDL ചെക്ക് ചെയ്യും, അയാളെ LDL ചെക്ക് ചെയ്യും. അതായത് നമ്മൾ അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലല്ലേ ചെയ്യുന്നത് അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറയുമ്പോൾ. അറ്റ് ദ സെയിം ടൈം നമുക്ക് അയാൾ അനീമിയ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആകുമ്പോൾ നമുക്ക് ബ്ലഡിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണെന്ത്? ബ്ലഡ് ഇൻഡിസസ്. അതിൻ്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് നിങ്ങൾ പ്രാക്ടിക്കൽ എന്തൊക്കെ പഠിക്കും? സഹ്ലീസ് ഹീമോഗ്ലോബിനോമീറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. PCVൻ്റെ ട്യൂബ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? PCV കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ടോട്ടൽ RBC കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത്? RBC കൗണ്ടിങ് ചേമ്പർ അല്ലെങ്കിൽ ന്യൂബാസ് RBC കൗണ്ടിങ് ചേമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വാല്യൂസൊക്കെ കിട്ടും. ഈ വാല്യൂസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് എന്തുണ്ടാക്കും? ചില ഇക്വേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ആ കാര്യങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലഡ് ഇൻഡിസസ്. അപ്പോൾ നമ്മളൊരു ഡെഫിനിഷനായിട്ട് എങ്ങനെ പറയാം? വാല്യൂസ് ഓഫ് ഹീമോഗ്ലോബിൻ, PCV and total RBC count are used to calculate red cell volume, red cell hemoglobin concentration, പിന്നെ red cell hemoglobin content. ഈ മൊത്തം സാധനങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് റെഡ് ബ്ലഡ് സെൽ ഇൻഡിസസ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ? മീൻ കോർപ്പസ്കുലാർ വോളിയം, 2 മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ, 3 പിന്നെ മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. ഇതിൽ നമ്മൾ എത്ര വോളിയം RBC ഉണ്ട്, ആവറേജ് വോളിയം ഓഫ് RBC നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെന്ത്? അതായത് ആവറേജ് വോളിയം, നമ്മളൊരു ആവറേജ് വോളിയം കണ്ടുപിടിക്കുക മീൻ കോർപ്പസ്കുലാർ വോളിയത്തിൽ. ഇനി ആ ഉള്ള RBC തന്നെ എത്ര വെയിറ്റ് ഹീമോഗ്ലോബിൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മീൻ കോർപ്പസ്കുലാർ ഹീമോഗ്ലോബിൻ. ഇനി ഇൻ കേസ് നമ്മൾ +2 മൊളാലിറ്റി എന്നൊക്കെ അതൊക്കെ കോൺസെൻട്രേഷൻ ടേംസ് അല്ലേ. അതേപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? MCHC. പിന്നെ ഇതാണ് നമ്മൾ കോമൺലി നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന സാധനങ്ങൾ. പിന്നെ മേ ബി കളർ ഇൻഡെക്സും കൂടി ചോദിക്കാം. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പഠിക്കണം. പിന്നെ എന്താണ്? പിന്നെ ഇതല്ലാണ്ട് നമ്മൾ നോർമലി ക്ലിനിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന 2 സാധനങ്ങളാണെന്ത്? മീൻ കോർപ്പസ്കുലാർ ഡയമീറ്ററും റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്തും. ഇത് നമുക്ക് പഠിക്കാനില്ല, എന്നാൽ ഈ 2 സാധനം ഉണ്ടെന്ന് മാത്രം പഠിച്ചു നോക്കുക. എന്ത്? മീൻ കോർപ്പസ്കുലാർ ഡയമീറ്ററും റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്തും. ഇനി ഓരോന്നായിട്ട് പറഞ്ഞു തരട്ടെ. ഈ ആദ്യം പറഞ്ഞ 3 സാധനങ്ങളും നിങ്ങളോട് എന്തായിരിക്കും? ഉറപ്പായിട്ടും പ്രാക്ടിക്കലിന് 5 മാർക്കിന് ചോദിക്കും. റെഡി? ഫസ്റ്റ് എന്താ മീൻ കോർപ്പസ്കുലാർ വോളിയം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ആവറേജ് വോളിയം ഓഫ് RBC നമ്മൾ എന്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? ഫെംറ്റോലിറ്റർ. നിങ്ങൾക്കറിയില്ല എന്താ ഫെംറ്റോലിറ്റർ? 10⁻⁻50 എന്നുള്ള യൂണിറ്റ് അല്ലേ. ഇതിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ആവറേജ് വോളിയം ഓഫ് RBC ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ MCVൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹെമറ്റോക്രിറ്റ് ഡിവൈഡഡ് ബൈ RBC കൗണ്ട് ഇൻറ്റു 10. ഹെമറ്റോക്രിറ്റ് പെർസെൻറ്റേജിലാണ് ഉണ്ടാവുക. RBC കൗണ്ട് മില്യൺസ് പെർ മില്ലിമീറ്റർ ക്യൂബിൽ. ഈ 2 സാധനങ്ങളും നിങ്ങൾക്ക് എന്താവും? പ്രാക്ടിക്കലിന് ടീച്ചർ തരും. എന്നിട്ട് ഈ ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ നോർമൽ വാല്യൂ അറിയണം. ഇതിൻ്റെ നോർമൽ വാല്യൂ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് എന്തിലാ യൂണിറ്റ് പറയാം? ഫെംറ്റോലിറ്ററിൽ.
എത്ര മുതൽ എത്ര വരെ എന്നുള്ളത് 78 femtoliter മുതൽ 96 femtoliter വരെയാണ് ഇതിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് അനീമിയ ഉണ്ട്? മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ട്, പിന്നെ നോർമൽ സാധനം ഉണ്ട്, മാക്രോസൈറ്റിക് ഉണ്ട്. മൈക്രോസൈറ്റിക് ആണെങ്കിൽ എന്തുണ്ടാവും? ഈ 78-നേക്കാളും കുറവായിരിക്കും. മാക്രോസൈറ്റിക് ആണെങ്കിൽ 96-നേക്കാളും കൂടുതലായിരിക്കും. റെഡി? ഇനി എന്താ ഹെമറ്റോക്രിസ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ PCV കണ്ടുപിടിക്കൂലേ? ഈ PCV/100 ml PCV per 100 ml ആണ് നമ്മൾ പൊതുവേ ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ PCV per 100 ml തരും, അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് തരും. ഇതാണ് മീൻ കോർപ്പസ്കുലർ വോളിയം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ. ഞാൻ പറഞ്ഞു ഈ കണ്ടുപിടിച്ച ഒരു കുറേ RBC ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവുമല്ലോ, RBCനുള്ളിലല്ലേ ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഇതിലുള്ള ഹീമോഗ്ലോബിൻ്റെ ആവറേജ് വെയിറ്റ് ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ ദ RBC അത് എക്സ്പ്രസ് ചെയ്തില്ല. മീൻ കോർപ്പസ്കുലർ വോളിയം നമ്മൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ femtoliter. പക്ഷേ മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം വെയിറ്റ് അല്ലേ. അപ്പോൾ പൈക്കോഗ്രാം എത്രയാണ്? 10⁻². അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ MCH is equal to ഹീമോഗ്ലോബിൻ g/dL യൂണിറ്റിലുണ്ടാവുക. മറ്റേത് RBC കൗണ്ട്. നോർമലി എങ്ങനെ നമ്മൾ പറയാം? millions per millimeter cube അല്ലേ? millions per millimeter cube into 10. അപ്പോൾ ഇതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണ്? 27 to 33 പൈക്കോഗ്രാം. ഇനി മൈക്രോസൈറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയയിൽ ഇത് എത്രയൊക്കെ താഴെ ആയിരിക്കും? 20 താഴെ ആയിരിക്കും. അതേ സ്ഥലത്ത് തന്നെ മാക്രോസൈറ്റിക് ആണെങ്കിൽ ഇതൊരു 50-നേക്കാളും കൂടുതലായിരിക്കും. ഇത്രയും സംശയമില്ലല്ലോ. ഇതാണ് മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ. ഇനി അടുത്തെന്താ? മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. ഇനി ഒരു യൂണിറ്റ് വോളിയം ഓഫ് റെഡ് സെൽ എടുക്കുന്നതായിരിക്കും. നമ്മൾ പാക്ക്ഡ് റെഡ് സെൽ വോളിയം, അതായത് PCV എടുക്കുന്ന നിങ്ങൾ പ്രാക്ടിക്കൽ പഠിക്കും. അതേപോലെ ഒരു യൂണിറ്റ് വോളിയം പാക്ക്ഡ് സാധനം എടുത്താൽ അതിൽ എത്ര കോൺസെൻട്രേഷൻ ഹീമോഗ്ലോബിൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹീമോഗ്ലോബിൻ g/dL അല്ലെങ്കിൽ g/100 ml ഡിവൈഡ് ബൈ PCV per 100 ml. എന്താണ് PCV/100 ml? PCV/100 ml അല്ലേ നേരത്തെ പറഞ്ഞ ഹെമറ്റോക്രിറ്റ്. നമ്മൾ നേരത്തെ പെർസെൻറ്റേജിൽ ഒരു സാധനം പറഞ്ഞല്ലേ, സെയിം സാധനം. ഇൻറ്റു നേരത്തെ രണ്ടിൽ നമ്മൾ ഇൻറ്റു 10 ആണ് ചെയ്തതെങ്കിൽ ഇതിൽ ഇൻറ്റു 100. റെഡി? ഇനി ഇതിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 33 to 37 g/dL അല്ലെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയാം. ഇത്രയാണ് ഇതിൻ്റെ നോർമൽ വാല്യൂ. ഈ 33 എന്നുള്ള സാധനം നമുക്ക് ഒരു 37 ആണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ബ്ലഡ് ഡയലൂട്ട് ചെയ്യും തോറും എന്താവും? ബ്ലഡ് ഇങ്ങനെ പൊട്ടി ഒരു 37 കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് സൊല്യൂബിളായി പോകും. അപ്പോൾ അതായത് ഇൻ കേസ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 50-ൻ്റെ മോളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് മാക്രോസൈറ്റിക് അനീമിയ നിങ്ങൾ മനസ്സിലാക്കരുത്. അയാൾക്ക് എന്താണ്? ആ മിഷൻ കേടാണ്, മെഷീൻ്റെ ഡിഫക്റ്റോ അല്ലെങ്കിൽ കാൽക്കുലേഷനിലെ മിസ്റ്റേക്കോ ആണെന്ന് മനസ്സിലാക്കാം. ഒന്ന്. ഇനി ഇൻ കേസ് അത് 20 to 25 താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അയാൾക്ക് മൈക്രോസൈറ്റിക് ആണ് മനസ്സിലാവും. എന്ത് കൂടെ? മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കൂടെ. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്താ ബാക്കിയുള്ളത്? കളർ ഇൻഡെക്സ് അല്ലേ ബാക്കിയുള്ളൂ. കളർ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ കളർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ തന്നെ റേഷ്യോ ഓഫ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് RBC പെർസെൻറ്റേജ്. അതായത് കളർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? RBCൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിൻ്റെ നോർമൽ വാല്യൂ എത്ര മുതൽ എത്ര വരെയാണെന്ന് ചോദിച്ചാൽ 0.85 മുതൽ 1.1 വരെ. ഇതെന്തെങ്കിലും യൂണിറ്റ് ഉണ്ടാവും? 2 പെർസെൻറ്റേജ് അല്ലേ, അപ്പോൾ അത് രണ്ടും കട്ടായി പോകും. സോ ഇതിന് പ്രത്യേകിച്ച് യൂണിറ്റുകളൊന്നുമില്ല. ഇനി ഇൻ കേസ് അത് 0.85 താഴെയാണെങ്കിൽ എന്ത് നമുക്ക് പറയാം? ഇത് ഹൈപ്പോക്രോമിക് സാധനം. ഹൈപ്പോക്രോമിക് നമുക്ക് മൈക്രോസൈറ്റിക് എന്ന് പറയാൻ പറ്റില്ല. എന്താ മൈക്രോസൈറ്റിക്? നോർമലി ഉള്ളൊരു RBCയുടെ സൈസ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മൈക്രോസൈറ്റിക്. പക്ഷേ നമ്മൾ നമ്മൾ കളറാണ് പറയുന്നത്. കളർ ഇൻഡെക്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കളർ പറയാമെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ കളർ പറയുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോക്രോമിക്. അപ്പോൾ അനീമിയ ഹൈപ്പോക്രോമിക് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കളർ ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുന്നപ്പോൾ ഹീമോഗ്ലോബിനാണോ RBC ആണോ മോളിൽ എന്നുള്ളത് നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈമിൽ ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി? ഈ RBCൻ്റെ ഉള്ളിൽ എന്ത് വരുള്ളൂ? ഈ RBCൻ്റെ ഉള്ളിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന പിഗ്മെൻ്റ് അല്ലേ ഹീമോഗ്ലോബിൻ. അപ്പോൾ മോളിൽ എന്തായാലും ചെറിയ സാധനമേ വരുള്ളൂ, ബാക്കി വലിയ സാധനം അടിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
ഈ 2 കാര്യങ്ങളിൽ നിന്ന് പറയാനുള്ളത്. ഒന്ന് ബോംബെ ബ്ലഡ് ഗ്രൂപ്പും, രണ്ടാമത്തെ ബ്ലഡ് ഇൻഡീസസും. അപ്പോൾ ബ്ലഡ് ഇൻഡീസസിൻ്റെ നോട്ട് വേണ്ടവർ ബ്ലഡ് ഇൻഡീസസ് പ്രോപ്പറായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇപ്പോൾ റെഡി.